ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സദ്യയിലെ രാജാവ് അല്ലെങ്കിൽ 100 കറികൾക്ക് തുല്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2 വിഭവങ്ങളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പുളി, എരിവ്, മധുരം ഇവയുടെ അപൂർവമായ സംയോജനം നാവിൻ്റെ രുചി മുകുളങ്ങളെ ഉണർത്തുക മാത്രമല്ല, സദ്യയിലെ ഭാരിച്ച ഭക്ഷണങ്ങൾ എളുപ്പത്തിൽ ദഹിക്കുവാനും ഈ കറികൾ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയുമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരു 300 ഗ്രാം വരുന്ന ഇഞ്ചിയാണ് നമ്മൾ പുളിയിഞ്ചിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇഞ്ചി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു 4-5 വറ്റൽമുളകിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ചെറുതായിട്ട് കുലുകുലാന്നരിഞ്ഞു വെച്ചിരിക്കുന്ന 300 ഗ്രാം വരുന്ന ഇഞ്ചിയും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൊരിച്ചെടുക്കണം. ഇഞ്ചി നന്നായിട്ട് വെള്ളമയം ജലാംശമെല്ലാം പറ്റി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള 1/4 കപ്പ് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കിനും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്നൊരു ഇത്തിരി തൊട്ട് വായി വെക്കാൻ തോന്നില്ലേ, ഒരു വെള്ളം വരുന്നില്ലേ വായിൽ, അതാണ്. വളരെ ടേസ്റ്റുള്ളതാണ്. അപ്പം ഈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ സദ്യവട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ പുളിയിഞ്ചി ഈ ഓണത്തിന് എൻ്റെ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ശരിക്കും ഈ പുളിയിഞ്ചിക്ക് നല്ല മധുരവും നല്ല എരിവും നല്ല പുളിയും അതെല്ലാം കൂടെ യോജിച്ച് വരുന്ന ഒന്നാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നല്ലൊരു കളറും പുളിയിഞ്ചി പറ്റി കുറുകി വരുമ്പോൾ നല്ല കറുത്ത കളറിൽ വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി കറിയിലേക്ക് പോകാം. ഇവിടെ ഒരു 200 ഗ്രാം വരുന്ന ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് അരിയരുത്, ഇത്തിരി കാനം കുറച്ചരിയണം. വലിയ ഇഞ്ചിയാണെങ്കിൽ ഒന്ന് നടുവേ കീറിയിട്ട് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പം നമ്മുടെ ഇഞ്ചി ഇവിടെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മൊത്തം ഇഞ്ചി നമ്മൾ ഈ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു ആവശ്യത്തിന് നമുക്കൊരു 4 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടമുളകാണ്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഇഞ്ചി ഒന്നിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കരിയാതെ മുരിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടി ചേർക്കാൻ, അല്ല പൊടിയെല്ലാം കൂടെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മുടെ പൊടി ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന്, ഒത്തിരി അരയേണ്ട, ജസ്റ്റ് തരിതരിയായിട്ട് കിട്ടണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒട്ടും ജലാംശം ഇല്ലാതെ വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ. അപ്പോൾ ഈ പരുവത്തിൽ നമ്മളിവിടെ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുകും ഇട്ട് 4 വറ്റൽമുളകും ഇട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും ഇഞ്ചിയും പൊടിയെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇച്ചിരി നേരം തിളച്ച് അതിൻ്റെ ചാറൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അസൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ വെക്കുന്നതുകൊണ്ട് കുറേ ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ.
അപ്പോഴത്തേക്കിനും ജലാംശമുള്ള സ്പൂണൊന്നും വെച്ച് എടുക്കാതിരുന്നാൽ മതി. കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ 3-4 ദിവസം മുമ്പൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി.